വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഗാർഡനിൽ ചെയ്യുന്ന കുറച്ച് ഒരുക്കങ്ങളും ക്ലീനിങ്ങും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അത് ഞാൻ കാറൊന്ന് മാറ്റിയിട്ടിട്ട് മുറ്റം ഒന്ന് നന്നായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കുവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കാറ്റായിരുന്നേ. ഒരുപാട് കരിയില കാറ്റ് കൊണ്ട് പറത്തി കൂട്ടി മുറ്റത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി എടുത്തു. പിന്നെ ഗാർഡനിൽ ചെടിയുടെ ഇടയിലുള്ള കരിയിലയും എല്ലാം ഒന്ന് തൂത്തുവാരി എടുത്തിട്ട് അതിനെ മൊത്തത്തിൽ കൊണ്ടുപോയി ഞാൻ ഗാർഡൻ ബെഡിലോട്ട് ഇട്ടു. അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് വളമായിക്കോളും, നമുക്ക് സമ്മറിൽ പച്ചക്കറി നടാൻ സമയമാകുമ്പോഴത്തേക്ക്. പിന്നെ റോസസിനെ നല്ലതുപോലെ ഒന്ന് ഷോർട്ടാക്കി പ്രൂൺ ചെയ്തു. ഒരുപാട് എണ്ണത്തിൽ മൊട്ടും പൂവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇനിയും പ്രൂൺ ചെയ്യൽ നടക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ടർ പ്ലാന്റ്സിൻ്റെ പഴയ ഇലയും പായലും ഉണങ്ങിയ ഇലയും എല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ മണ്ണും വെള്ളമെല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്തെല്ലാം ഒന്ന് വെച്ചു. പിന്നെ വന്നിട്ട് റോസസിന് മൾച്ച് ചെയ്തു. അപ്പം ഈ ഫ്രോസ്റ്റിൽ നിന്ന് അതിനൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും, ഈ ഒരു മൾച്ചിങ് ഈ ഒരു ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യും. പിന്നെ ഞാൻ ഈ ബേർഡ് ഫീഡേഴ്സ് ഗാർഡനിൽ ഒരുപാടിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിലൊക്കെ ഫീഡിങ് ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് വെക്കാൻ ഞാൻ ശ്രദ്ധിക്കും. കാരണം വിൻ്റർ ആയി കഴിഞ്ഞാൽ ഈ ബേർഡ്സിനൊന്നും ഫുഡ് കിട്ടത്തില്ല. അപ്പം വലിയ കഷ്ടമല്ല അതിങ്ങളുടെ കാര്യം. അപ്പം അതെല്ലാം ചെയ്തു. പിന്നെ ബാക്കിലെ റോസിനെയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തു. മുന്തിരിക്കൊക്കെ കുറച്ചുകൂടെ മൽച്ചിട്ടു. പിന്നെ മൂവരതാ ഇതുപോലെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ കിടക്കുന്ന കരിയിലൊക്കെ പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ എല്ലാം ഒന്ന് എടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള ഗാർഡൻ ബെഡും നിറച്ച്, ഇത് പഴയ മണ്ണാണ് കേട്ടോ, നമ്മൾ പച്ചക്കറി നട്ടെ അത്